ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, നമ്മൾ പാർക്കാൻ പോയ സമയത്ത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇത് വോയിസ് ഓവർ എടുക്കുന്നത് നമ്മളെ വടകര വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് വരേണ്ടി വന്ന്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. രാവിലെ 4 മണി, ഞാൻ പറഞ്ഞില്ല 4 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഈ ഒരു വീട് ഉണരും എന്നുള്ളത്. അപ്പോൾ 4 മണി ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റപാട് ഞാനിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് എണീറ്റ് വന്ന് മിറ്റൊന്നും അടിച്ച് വരലില്ല കേട്ടോ. എണീറ്റ് അച്ഛൻ ആ വിളക്ക് കത്തിച്ചൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ കൊലായിലോ അല്ലെങ്കിൽ ഉമ്മർത്തോ ഒന്ന് ഇരിക്കും. കുറച്ച് നേരം ഇരുന്ന് അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ഞാൻ എസ്കേപ്പ് അടിച്ചിട്ട് പിന്നെയും പോയി കിടക്കൂട്ടോ. ആ ഒരു കിടത്തത്തിന് വേറെ തന്നെ ഒരു സുഖം. നമ്മൾ ഉറക്കമൊക്കെ ഞെട്ടിയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ നല്ലൊരു സുഖമുള്ള ഉറക്കം കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി 7:15 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീക്കാം. അപ്പം അങ്ങനെ എണീറ്റ് വന്ന് അപ്പം മിറ്റൊക്കെ അടിക്കാൻ ഇന്ന് അച്ഛൻ കുറച്ച് നേരം വൈകും തോന്നുന്നത്. അപ്പം മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വിളക്ക് എത്തിക്കാൻ കയറില്ല. അപ്പം അച്ഛൻ വിളക്ക് എത്തിക്കാൻ കയറി കണ്ടപ്പോൾ ഞാൻ വേഗം മിറ്റൊക്കെ അടിച്ച് വാരി. ഇന്ന് എന്താണെന്ന് അറിയില്ല, നന്ദൂട്ടനും നേരത്തെ തന്നെ എണീറ്റ് കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് ഓൻ എന്തോ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് സാധിക്കാനുണ്ട്. സൈക്കിളാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഓൻ രാവിലെ തന്നെ എണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇത് അമ്പലത്തിലേക്ക് പോയിക്കണം. ഓൻ സോപ്പിടാൻ ഒരാൾ ബെസ്റ്റാണ്. പതപ്പിച്ചോ കാര്യം സാധിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇതാ പുകയിടൽ പരിപാടിയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ എണീക്കാനും ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു തന്ത്രം ഉണ്ട് കേട്ടോ. അനിയത്തി ഞാനൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പുകയും കൊണ്ട് അച്ഛനൊരു വരുത്തുണ്ട്. ഇത് പുകയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മളൊന്ന് എണീറ്റ് പോവും. എത്ര ഉറക്കുന്ന ആൾക്കാരാണെങ്കിലും എണീറ്റ് പോവും. അപ്പോൾ അങ്ങനെ പക്ഷേ നല്ലൊരു സ്മെല്ലും എന്താ പറയുക, വീട് മൊത്തത്തിൽ നല്ലൊരു ഉഷാറാണ് കേട്ടോ. ഇങ്ങനെ സാമ്പ്രാണി പോയിക്കാന്ന് അറിയില്ല നമ്മൾ. അങ്ങനെ ഇത് അച്ഛൻ്റെ ഒരു ദിനചര്യയിൽ പെടുന്നൊരു സംഗതിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. നമ്മൾ എടുത്ത് കൊണ്ടുപോകും കൊതുക്, അത്രക്കും കൊതുകാണ്. അപ്പോൾ അത് പോവാനും കൂടിയാണെന്നാണ് അച്ഛൻ്റെ ഒരു വെപ്പ്. പക്ഷേ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി കൂടി ഉണ്ട്, ഞങ്ങളെങ്ങനെയെങ്കിലും എണീപ്പിക്കാന്നുള്ള സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ അനിയത്തിയും കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് ഹനുമാൻ കോവിലിൽ പോകാം. ഞങ്ങൾ ഈ പ്ലാനിങ് ഒക്കെ ഷടപടയെന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ അനിയത്തി ഒന്നാമത് വണ്ടിയൊക്കെ എടുത്തതിനെ കൊണ്ട് ആദ്യം ഒരു മടിയാണ് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ, ബസ്സൊക്കെ കയറി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം വണ്ടി അനിയത്തി എടുത്തതിനെ കൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിൽക്കലിപ്പോൾ കുറവാണ്. പ്ലാൻ ചെയ്യുക, അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് പിന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ എന്തായാലും ഹനുമാൻ കോവിൽ നമ്മളെ മിഠായി തെരുവിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ട് ഹനുമാൻ കോവിലുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കൂടി ഞാനിപ്പോൾ ഈ വൈബ് തിരഞ്ഞ് പോകലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ അങ്ങോട്ടുള്ള പോക്കാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോഴോ അന്ന് നമ്മളതേനു ഹനുമാൻ ജയന്തിയേനു, ആ ഹനുമാൻ്റെ ബർത്ത്ഡേ ദിവസേനി. അപ്പോൾ അത് ഞങ്ങൾ അറിയാണ്ടായിട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് തിരക്കന്നെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ വരുന്ന വഴി കയറാം. അവിടെ തന്നെ മിഠായി തെരുവിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് തന്നെ നമ്മളെ വാരായമ്പലം ഉണ്ട്. ഞങ്ങൾ വാരായമ്പലം എന്നാണ് കേട്ടോ പറയൽ. ഇനിയിപ്പോൾ അതിൻ്റെ പേര് ഇനിയിപ്പോൾ അത് തന്നെയാണോ കറക്റ്റ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഒരു തിരക്കും കാര്യങ്ങളും ഇല്ല. ഹനുമാൻ അവിടെയുണ്ട്. അപ്പം മൂപ്പർ അവിടെ നിന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബർത്ത്ഡേ വിഷൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ മിഠായി തെരുവ് ഇത്രയും ശാന്തമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത്ര രാവിലെ പോയതുകൊണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരെ തിരക്കായിരിക്കും. അപ്പോൾ വരുന്ന വരത്തിൽ ഞങ്ങൾ എന്താക്കി, ഒരു ചായക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു പീടിയൊക്കെ കയറിയിട്ട് അവിടെ ഞങ്ങൾ ചായയും അനിയത്തി സമൂസയാണ് കൊടുത്തത്, ഞാൻ ബോണ്ടയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഒരു ചായയും ബോണ്ടയും സമൂസയൊക്കെ കഴിച്ച് അടിപൊളിയായി ഉഷാറായി മക്കൾക്ക് ബോണ്ടയും വാങ്ങി പഴംപൊരിയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ശിഖമോളൊക്കെ എണീറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കണം എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിനോ മീഷോന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിലിങ്ങനെ ഒരു ഓവർകോട്ടൊക്കെ ആയിട്ട് ഡെനിമിൻ്റെ ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ പെയർ ചെയ്യല്. അപ്പോൾ അത് കുറേ ആയിട്ട് ഞാൻ ഉപേക്ഷിച്ച നിലയില്ല. അപ്പോൾ അതെടുത്തിട്ട് ശിഖമോൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ വെറുതെ ഇടാത്തത് ഇങ്ങനെ വെക്കണത്, ഞാൻ അടിച്ചരവക്ക് ചെറുതാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ മിഷൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചിക്കണം. അമ്മ മിഷൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ സംഗതി ഇങ്ങനെ അടിക്കാനുണ്ടാവും കേട്ടോ. അമ്മ ഒന്ന് അത് നന്നാക്കി തരും, ഒന്ന് ഇത് നന്നാക്കി തരുമെന്ന് വെച്ചിട്ട് അനിയത്തി ഞാനും എന്തെങ്കിലും കീറിയതോ പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതാക്കാനുള്ളതോ കൈവെക്കാനുള്ളതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുകൊടുക്കലാണ് പിന്നത്തെ ഞങ്ങളെ പരിപാടി. മിഷ്യമ്പന്തും കൊണ്ട് അമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറി കിട്ടാൻ പാടാം. പക്ഷേ മിഷ്യമ്പൽ ഇങ്ങനെ അടിക്കാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താലും അമ്മ അടിച്ചു തരും. അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് അടിക്കണ പരിപാടിയിലാണ്. അപ്പോഴത്തേക്ക് ഇതവിടെ ഞങ്ങളെ സതീശേട്ടൻ, ഞങ്ങളവിടുത്തെ ഓൾ ഇൻ ഓളാണ് കേട്ടോ സതീശേട്ടൻ വന്നിട്ട്, മക്കളെ ഭയങ്കര ഇഷ്ടമാണ് സതീശേട്ടൻ. അപ്പം വന്നിട്ട് ഊഞ്ഞാൽ കെട്ടിത്തരാമെന്ന് 2 ദിവസം മുമ്പ് ഇവരോട് പറഞ്ഞുപോയി. അപ്പോൾ പിന്നെ ഇവർ കാണുമ്പം സതീശേട്ട ഊഞ്ഞാലെന്നും പറഞ്ഞിട്ട് ഇന്ന് 2 മുളയും ഒരു മറ്റേ നമ്മളെ കമ്പിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കയറൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ഉഷാറായിട്ട് അവർക്ക് കെട്ടിക്കൊടുത്തിട്ടോ.
ഇവർക്ക് പിന്നെ ഒരാൾ കളിക്കാനുള്ളതുകൊണ്ട് ഇവരെ കൊണ്ട് വലിയ അടങ്ങാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. രണ്ടാളെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നോളും. പിന്നെ വലിയ വെയിലില്ലാത്ത സ്ഥലത്താണ് കെട്ടിക്കൊടുത്തത്. അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയ സമയമില്ല. രണ്ടാൾ അതിൻ്റെ മേലെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഗതി ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മാമാർത്ത് ബ്രാൻഡ് നമ്മളായിട്ട് പാർട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു മാസം ഞാൻ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാമാർത്ത് ബ്രാൻഡിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. 9 ഷെയ്ഡിൽ നല്ല അമേസിംഗ് ആയിട്ടുള്ള 9 ഷെയ്ഡിലാണ് വരുന്നത്. അപ്പം ഓരോന്നും സ്വാച്ചസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 399 ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അത് നല്ല വേർത്ത് ആയിട്ടുള്ളൊരു പ്രൈസ് ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാര്യം പാരബൺ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് മാമാർത്തിൻ്റെ ഓരോ പ്രൊഡക്റ്റും. അപ്പം അത് എവരിഡേ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഹാംഫുൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കില്ല. അതുകൊണ്ട് തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹീറോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മുർമുറേ ബട്ടറും വൈറ്റമിൻ ഇ ആണ്. ലിപ്സിനെ ഡാർക്കൺ ചെയ്യിക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലിപ്സിൻ്റെ സ്കിന്നിനെ ഒരു പ്രശ്നം തട്ടാത്ത രീതിയിൽ വൈറ്റമിൻ ഇ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈ ആക്കാണ്ട് ലിപ്സിനെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ലോങ് ലാസ്റ്റിംഗ് 8 hours ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് 5 to 6 hours നല്ല ഡീസൻ്റ് ആയിട്ട് നീറ്റായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സ്വാച്ചസ് ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്ന് തോന്നുന്ന ഷെയ്ഡ് ഏതാണോ എന്നുള്ളതൊന്ന് വാങ്ങി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങൾക്ക് അത് റിഗ്രറ്റ് ഫീൽ ഒരിക്കലും വരില്ല എന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പം ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ഇപ്പം നൈക്ക, പർപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ പ്രസൻസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. പിന്നെ മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ മാമാർത്ത് ബ്രാൻഡ് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ബ്രാൻഡ് ആയതുകൊണ്ട് ഞങ്ങളെ ഫീഡ്ബാക്കും സജഷൻസും കാര്യങ്ങളൊക്കെ അത്രയും വിലപ്പെട്ടതാണ്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം മാമാർത്ത് ബ്രാൻഡിന് ഒനിയൻ റേഞ്ചിൽ വരുന്ന ഷാമ്പൂവിൽ കൂടുതൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ബ്രാൻഡ് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് അത്രയും വിലപ്പെട്ടതാണ്. അതും കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ചോറ് തിന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോഴത്തേക്ക് വേറെ പൂതി വന്ന് രാവിലെ മിഠായി തെരുവ് വഴി പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നൊന്നും വിരകിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മനെ മെല്ലെ സോപ്പ് ഇടണം കേട്ടോ, എന്നാലേ അമ്മ സമ്മതിക്കുള്ളൂ. അമ്മൻ അതും ഇതൊക്കെ പറഞ്ഞ് മെല്ലെ സോപ്പ് ഇട്ടിട്ട് നേരെ ഞാനും അനിയത്തിയും കൂടി മിഠായി തെരുവിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. വേറെ ഒന്നുമില്ല, അവിടുന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്ത് സാധനങ്ങളൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിയുമ്പം തന്നെ നമുക്ക് സംതൃപ്തിയാണ് കേട്ടോ. സാധനം വാങ്ങണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് കമ്മൽ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിന് കേട്ടോ. അപ്പോൾ ഇവിടെ ബംഗാളികളുണ്ടല്ലോ, ഒരിടത്ത് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവരും വില കൂട്ടി എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മളെല്ലാവരും വാങ്ങണതിനെ കൊണ്ട് ഓരോ ടെക്നിക്ക് പഠിച്ച് അപ്പോൾ വില ആയാലും ഓരോ കയ്യിൽ നിന്ന് വാങ്ങും എന്നുള്ളത് മനസ്സിലായപ്പം ഓരും വില കൂട്ടിയിട്ട് അപ്പോൾ 50-100 റുപ്യേൻ്റെ സംഗതിയൊക്കെ ഉണ്ട് ഒരിടത്ത്. ആദ്യം 30 20 റുപ്യക്കൊക്കെ ആണ് കേട്ടോ കമ്മൽ. അപ്പോൾ പക്ഷേ അതിനനുസരിച്ചിട്ട് നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ, കളക്ഷനും കൂടുതലാണ് ഇപ്പോൾ ഇവരെടുത്ത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇതാ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങി, അത്യാവശ്യം പെട്ടെന്നിടാനുള്ള സ്റ്റഡും കാര്യങ്ങളും വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ 2 ജിമിക്കി, പിന്നെ പെട്ടെന്നിടാൻ പറ്റുന്ന കുറച്ച് തരം കമ്മലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ മൊത്തം നമുക്ക് കൺഫ്യൂഷനാവും, ഏത് വാങ്ങണം കുറേ നേരം അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ടാണ്. പിന്നെ മക്കൾക്ക് ഇതാ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഹെയർ ബാൻഡിൻ്റെയും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും 40 റുപ്യ, ഇതിനൊക്കെ 40-30 എനിക്ക് ഓർമ്മയില്ല, ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 40, 30, 50 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അങ്ങനെ അതൊരു 2-3 എടുത്ത് രണ്ടാക്കും കൂടി 2-3 എടുത്ത്. പിന്നെ അമ്മ ബെഡ്ഷീറ്റിന് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ അമ്മക്ക് ബെഡ്ഷീറ്റൊക്കെ നോക്കിയിട്ട് ബെഡ്ഷീറ്റ് വാങ്ങി. അമ്മക്ക് അധികം അങ്ങനെ ലൈറ്റ് കളർ വേണ്ട തന്നെ. ഒന്നാമത് അവിടെ പൂഴിയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞങ്ങൾ വരുമ്പം പിന്നെ മക്കൾ എന്തായാലും കച്ചറയാക്കും. അപ്പോൾ അമ്മ പറഞ്ഞു ലൈറ്റ് കളർ ഇവിടെ വാങ്ങിയേ വേണ്ടെന്ന് പറഞ്ഞിട്ട്
കുറച്ച് ഡാർക്ക് കളറിലുള്ള ഞാൻ ആദ്യം കാണിച്ചില്ല ആ ഒരു ബെഡ്ഷീറ്റാട്ടോ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ അത് വാങ്ങി. ബെഡ്ഷീറ്റിനൊക്കെ ഇപ്പോൾ ഇവിടെ വില കുറവാണ് കേട്ടോ. 200 റുപ്യക്കൊക്കെ നല്ല വലിയ നമ്മളെ കിങ് സൈസ് ബെഡിനുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 20 റുപ്യ എന്ന് പറയണേ, 200 റുപ്യക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പില്ലോ കവർ ഉണ്ടാവില്ല എന്നുള്ളതുള്ളൂ. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ മാച്ചാക്കിയിട്ട് തന്നെ പില്ലോ കവർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നിന് 200 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 2 അകത്തേക്ക് ഇപ്പോൾ നമുക്ക് ഒരേ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ 3 ബെഡ്ഷീറ്റ് വാങ്ങാം. എന്നിട്ട് 2 അകത്തേക്ക്, അപ്പം 3 ബെഡ്ഷീറ്റ് വാങ്ങിയാൽ 600 റുപ്യ ലാവുള്ളൂ. അപ്പോൾ അത് 2 അകത്തേക്ക് ഓരോ ബെഡ്ഷീറ്റും വിരിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് മുറിച്ചിട്ട് 2 അകത്തേക്കുള്ള തലയണ, അപ്പോൾ 2 വീതമുള്ള തലയണ അടിച്ചു കഴിഞ്ഞാൽ നല്ല മാച്ചായി കിട്ടും ചെയ്യും. നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് കൊണ്ടടക്കാം. അപ്പോൾ അങ്ങനെയും ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഞാനങ്ങനെ വാങ്ങിയില്ല കേട്ടോ, അമ്മക്കാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നന്ദൂട്ടിൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ രണ്ടാളിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ ഞങ്ങളെയൊന്നും കൂട്ടാണ്ടെന്ന്. അപ്പോൾ പിന്നെ അനിയത്തി എന്താക്കി, അനിയത്തിൻ്റെ പെറ്റാണ് കേട്ടോ നന്ദു എന്ന് പറഞ്ഞാൽ. ഒരു രണ്ടാൾ അങ്ങനെയാണ്. അപ്പോൾ നന്ദൂട്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണെന്നും പറഞ്ഞിട്ട് ഒരു ഫലൂദ കഴിക്കാനാണെന്നും പറഞ്ഞിട്ട് ഓരങ്ങനെ പിന്നെയും തെണ്ടാൻ പോയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും കൂടടഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ പെട്ടെന്ന് ഏട്ടൻ വിളിച്ച് പറഞ്ഞ് നാളെ TV നന്നാക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടന് കുറച്ച് ദൂരെയാണല്ലോ പണി. അപ്പോൾ ഏട്ടൻ എന്തായാലും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഒരാളെന്തായാലും വേണം. ഒരു പ്രാവശ്യം ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ TV ആണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രാവശ്യം എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് അന്നും ആളില്ലേനി. എന്നിട്ട് തറവാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് ഏട്ടത്തിമ്മ വന്നിട്ട് അങ്ങനെ ഒരു TV ഒക്കെ ഫിറ്റ് ചെയ്ത് പോയി. പിന്നെ അത് വർക്ക് ചെയ്ത് നോക്കിയില്ലേ കേട്ടോ. അന്നേരം ഞങ്ങളൊക്കെ വന്ന് വർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ബോർഡ് അടിച്ചു പോയത് ഇനി ഫസ്റ്റ് കംപ്ലയിൻറ്റ്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ TV തുറന്ന് നോക്കുന്ന സമയത്ത് നടുവ് കൂടെ ഒരു ലൈന് പോലെ അങ്ങനെ ഒരു ഫോൾട്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും അവർക്ക് കംപ്ലയിൻറ്റ്, പിന്നെയും ഞങ്ങൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് മെയിൽ അയച്ച് ഇത് ചീറ്റിംഗ് ആണ് നിങ്ങളിങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലയിൻറ്റ്, ആദ്യത്തെ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്ത്. നമ്മൾ വേറെ ആ സ്പോട്ടിൽ നമ്മൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് കമ്പനിക്ക് തന്നെ ഞങ്ങൾ മെയിൽ അയച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞങ്ങൾ TV എത്തിക്കഴിഞ്ഞാൽ, പുതിയ TV എത്തിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതേന്. ഇപ്പം 2-3 മാസത്തിന് മേലെ ആയിട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരു മാറ്റി തരാൻ പോണില്ല എന്നൊക്കെ വിചാരിച്ചതേന്. അപ്പോൾ ഇപ്പം ഉണ്ട് വിളിക്കണ TV റെഡി ആയിക്കണ, TV കൊണ്ടുവരും, നാളെ വരും എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ എന്തായാലും ഇത് വന്നാലേ ശരിയാവുള്ളൂ, വന്നിട്ടെല്ലാം ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ പിന്നെയും അവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇനിയിപ്പം TV കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നൊക്കെ നോക്കണം ശരിക്ക്. അപ്പോൾ എന്തായാലും ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം രാവിലെ തന്നെ 6:15 6:20 6:45 എന്ന് എനിക്ക് ഓർമ്മയില്ല, അല്ല 6:40 ഒരു ട്രെയിൻ ഉണ്ട് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ ആ ഒരു ട്രെയിനിന് ലോക്കലിന് ഞാനിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഏട്ടൻ കൂട്ടാൻ വന്നതിന് സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെ 8:15 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പകുതി കിളി പറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും പൊടിയേനി കേട്ടോ. കാര്യം വേറെ അങ്ങനെ വലിയ കച്ചറയായിട്ടില്ല എന്ന് പറയാം, പക്ഷെ പൊടിയോണ്ട് അടുത്തൂടേന് കേട്ടോ. അത്രക്കും പൊടിയാണ്. പിന്നെ TV സ്റ്റാൻഡിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇവിടെ ആളുള്ളപ്പോൾ തന്നെ ഒരു 2 ദിവസം തുടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ അതോ ഗതിയാണ്. പിന്നെ ഇത് കുറച്ച് വാരി വലിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനം അങ്ങനെ കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വാരി വലിച്ചിട്ടതാണ്. അങ്ങനെ വലിയ കച്ചറയാക്കിയിട്ടൊന്നും ഏട്ടനിടയില്ല. പിന്നെ പൊടി തട്ട് അടിച്ച് വരിക, ആ പരിപാടി അലക്കുക, ആ പരിപാടിയൊന്നും ചെയ്യലുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് അലക്കാനുള്ളത് ഞാൻ വിചാരിച്ച മെഷീനിൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. മക്കളെയൊന്നും കൂട്ടാണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ മക്കൾ അനിയത്തിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ പോട്ടേന്ന് പറഞ്ഞിട്ട് ഓളെ കൂടെ അങ്ങോട്ട് പോയത്. അവിടെ AC ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓക്കും പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ മക്കൾ ഒറ്റയ്ക്ക് അവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ശിഖമോള് നിൽക്കില്ല, അനിയത്തിൻ്റെ മോളില്ലാണ്ട്. അപ്പോൾ ഓരൊക്കെ കൂട്ടിയിട്ടാണ് ഓളെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ 2 ആളും വരുന്നില്ല എന്ന് പറഞ്ഞേ. പിന്നെ കാർ അവിടെ ഉള്ളതുകൊണ്ട് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് പോന്നാൽ മതി, പിന്നെ പോകേണ്ട ആവശ്യമില്ലേ. കുറേ ദിവസമായി പാർക്കാൻ പോയിട്ട്. അപ്പോൾ കാർ അവിടെയാണുള്ളത്. അപ്പോൾ അതെടുക്കാൻ എന്തായാലും ഏട്ടൻ വരണമല്ലോ. അപ്പോൾ പിന്നെ കുറേ സാധനങ്ങളും ഇങ്ങോട്ട് എടുക്കാനുള്ളതുണ്ട്. ഞാനിവിടുന്ന് ഒരു ലോഡ് സാധനമായിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ഏട്ടനും ഇന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്ന് TVൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് TVക്കാർ രാവിലെ വരുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ തന്നെ അങ്ങോട്ട് പോകുന്നത്.
അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വന്നില്ല, വൈകുന്നേരം സമയമായപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ ഏട്ടൻ എത്തി, അപ്പോഴത്തേക്ക് ഏട്ടൻ എത്തുകയും ചെയ്തിന്. അപ്പം ഞാൻ വരേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു രാവിലെ എത്തിയിട്ട് മടങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇതാ അലക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ച്, പിന്നെ പൊടി തട്ടലും കാര്യങ്ങളൊക്കെ ഒന്നും നിന്നില്ല. പിന്നെ ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ പണി എനിക്ക് വന്നിക്കണം. അപ്പം പിന്നെ അത് അധികം ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാൽ പിന്നെ തിരിച്ച് വരുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊരു കലാശക്കൊട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ട് അത് തൊട്ടിട്ടില്ല, പൊടി തുടക്കിയ പരിപാടിയൊന്നും തൊട്ടില്ല. അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കി. പിന്നെ മേലെ വാർപ്പിൻ്റെ മുകളിൽ ചെന്ന് നോക്കി അലക്കാൻ ആറിടാൻ വേണ്ടി ചെന്ന് നോക്കിയ സമയത്ത് ഫുള്ള് കച്ചറയായിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അലക്കി കൊണ്ടുവന്നതൊക്കെ ഒന്ന് അവിടെ ആറിയിട്ട് അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ എടുത്ത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വാങ്ങിയില്ലേനിട്ട്. അപ്പം ഞാൻ കഞ്ഞിയാണ് വെച്ചത്. അപ്പോൾ ഏട്ടൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. ഏട്ടൻ എന്തായാലും വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ചോറും കറിയും എനിക്കായിട്ട് ചോറും കറിയൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കഞ്ഞി മാത്രമാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ എത്തും ചെയ്ത്. അപ്പോഴത്തേക്കാണ് ടി വിക്കാരെത്തിയത്. അപ്പം അങ്ങനെ പിന്നെ ഒരു വന്ന് ടി വി ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല ടി വിയും കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത് പോകുന്ന ഒരു സംഗതികളാണല്ലോ. അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേഗം ട്രെയിനിൻ്റെ സമയം ഇട്ടു. അപ്പോൾ ട്രെയിൻ കണക്കാക്കി ഇറങ്ങിയതാണ്, പക്ഷേ ജസ്റ്റ് മിസ്, ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ട്രെയിൻ മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങൾ KSRTCയിൽ ഇങ്ങോട്ട് പോകുന്നു. പറയേണ്ട ഒന്ന്, രാത്രി ആയപ്പോഴത്തേക്ക് ഫുൾ ബ്ലോക്ക് തന്നെ. അങ്ങനെ ഒരു 9-9:45 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. വീട്ടിലെത്തി നോക്കുമ്പോൾ അതിനും വലിയ ശോകം. മക്കളാരും ഇല്ല, ഒരു അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല, ഇന്ന് അവിടെ പാർക്കാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നിട്ടോ. അപ്പോൾ മക്കളില്ലാണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഇടങ്ങേറ് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പറയാനാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.